കുറഞ്ഞ കാലം കൊണ്ട് എഡ്ടെക് ആപ്പുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ വളർന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. നമ്മുടെ സ്കൂളുകളിലെ മാത്സ് സയൻസ് വിദ്യാഭ്യാസം അത്രത്തോളം കുട്ടികളെ എന്റർടൈൻ ചെയ്യിക്കുന്നില്ല. ദേ ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. എന്നാൽ ഇത് മാത്രമാണോ അതിന്റെ കാരണം? ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ പൂജ്യമടക്കം നിരവധി കണ്ടുപിടുത്തങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ഈ രാജ്യത്ത് പകുതിയിലധികം സ്കൂൾ ഗണിത അധ്യാപകരും ഈ വിഷയം പഠിപ്പിക്കാൻ ക്വാളിഫൈഡ് അല്ല എന്നതാണ് സത്യം. സയൻസ് വിഷയങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം സാമൂഹ്യശാസ്ത്രം പഠിച്ച് അതിൽ ബിരുദവും നേടിയ അധ്യാപകരെ കൊണ്ട് സയൻസും മാത്തമാറ്റിക്സും പഠിപ്പിക്കുന്ന സ്കൂൾ മാനേജ്മെന്റുകളെ നമുക്ക് കൺമുന്നിൽ കാണാൻ സാധിക്കും. അതുകൂടാതെ ആകെ സേവനം നടത്തുന്ന അധ്യാപകരിൽ 1% അടുത്ത് മാത്രമേ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയവരുള്ളൂ. വാർഷികാഘോഷങ്ങൾ വർണ്ണശബളമാക്കി ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും സ്റ്റേജിൽ കയറ്റി മാതാപിതാക്കളുടെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലും വരെ മാർക്കറ്റ് ചെയ്യുന്ന ഈ മാനേജ്മെന്റുകൾ കുട്ടികളുടെ പഠനത്തിലുള്ള ശ്രദ്ധയെ തിരിച്ചറിഞ്ഞ് കൃത്യമായ ശ്രദ്ധയും അറിവും പകർന്നു കൊടുക്കുന്നുണ്ടോ എന്നത് സംശയം തന്നെയാണ്. കുട്ടികളുടെ ആൻസർ ഷീറ്റുകൾ തുറന്നു പരിശോധിച്ചാൽ ഒരുപക്ഷെ തെറ്റായ ഉത്തരത്തിന് വരെ മുഴുവൻ മാർക്കുകളും നൽകിയിരിക്കുന്നതായി കണ്ടേക്കാം. ഇവയിൽ പലതും